അയാൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റൗട്ടിംഗ് അൽഗോരിതമാണ്. അതിൽ ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിംഗ് അൽഗോരിതം കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അടുത്തതൊരു ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് അൽഗോരിതം അല്ലെങ്കിൽ LS റൗട്ടിംഗ് അൽഗോരിതം എന്ന് പറയുന്നതാണ് ഒരു അൽഗോരിതമാണ്. ഇത് ഏതാണ്ട് നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടർ പോലെ തന്നെ ആണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഓരോ എഡ്ജിൽ നിന്ന് മറ്റ് എഡ്ജിലേക്ക് പോകാനുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എഡ്ജ് ലിങ്ക് ഡിഫൈൻസ് സ്റ്റേറ്റ്. ലിങ്ക് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലിങ്കിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അടുത്ത നോഡിൽ നിന്ന് ഒരു നോഡ്, ലിങ്ക് എന്ന് പറഞ്ഞാൽ 2 നോഡുകളെ തമ്മിൽ കണക്ട് ചെയ്തായിരിക്കും. അപ്പോൾ ആ 2 നോഡുകളിൽ ഇടയ്ക്കൂടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം അല്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ സമയമല്ല കോസ്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അതൊരു വാല്യൂ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊരു വാല്യൂ ആണ്. അത് കൂടിയും കുറഞ്ഞു ഇരിക്കും. കുറഞ്ഞാൽ അതിൽ കൂടെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. കൂടിയിരുന്നാൽ അതിലൂടെ യാത്ര ബുദ്ധിമുട്ടാണെന്നാണ് അതിൻ്റെ അർത്ഥം. വഴിയിലെ ട്രാഫിക്ക് ഒക്കെ പോലെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ദൂരം മാത്രമായിരിക്കില്ല നോക്കുന്നത്, ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും. വഴി എത്ര നല്ലതാണ്, അതുപോലത്തെ എല്ലാം കൂടെ കൺസിഡർ ചെയ്ത് ഒരു വാല്യൂ ആണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ലിങ്ക്സ് വിത്ത് ലോവർ കോസ്റ്റ് ആർ പ്രിഫേർഡ്, അതാണ് ഞാൻ പറഞ്ഞത്. ലോവർ വാല്യൂ ഉള്ളതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇഫ് ദ കോസ്റ്റ് ഓഫ് എ ലിങ്ക് ഈസ് ഇൻഫിനിറ്റി ഇറ്റ് മീൻസ് ദാറ്റ് ദ ലിങ്ക് ഡസ് നോട്ട്. 2 എണ്ണം തമ്മിലുള്ള ലിങ്കിൻ്റെ കോസ്റ്റ് ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞാൽ അത് തമ്മിൽ കണക്ഷൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് അൽഗോരിതത്തിലേക്ക് വരുവാണ്. അതിന് മുമ്പ് 2-3 ടേംസ് ഇങ്ങനെ പഠിക്കാറുണ്ട്, അതാണ് പഠിക്കുന്നത്. അപ്പം ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളൊരു ഡാറ്റാബേസ് ആണ്, ഒരു മെട്രിക്സ് പോലെയുള്ളൊരു ഡാറ്റാബേസ് ആണ്. ദ ടേം ലിങ്ക് സ്റ്റേറ്റ് ഡിഫൈൻസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു എഡ്ജാണ്. ദാറ്റ് റെപ്രസെൻറ്റ്സ് എ നെറ്റ്വർക്ക്. ടു ക്രിയേറ്റ് എ ലീസ്റ്റ് കോസ്റ്റ് ട്രീ വിത്ത് ദിസ് മെത്തേഡ്, നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഒരു ട്രീ പോലെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഓരോ നോഡും ഒരു ട്രീ ക്രിയേറ്റ് ചെയ്യും. എന്ന് പറയുന്ന നോഡ് ഒരു ട്രീ, ഇതൊരു നെറ്റ്വർക്കാണ്. ഈ നോഡിൽ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ട്രാൻസ്മിഷൻ നടത്താൻ അല്ലെങ്കിൽ റൗട്ടിങ് ഏറ്റവും എളുപ്പത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ലിങ്ക് സ്റ്റേറ്റിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ നോഡും ഒരു ട്രീ ക്രിയേറ്റ് ചെയ്യും. അതായത് അത് റൂട്ടായിട്ട് നമ്മൾ ട്രീ ഡാറ്റാ സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇതെന്ന് പറയുന്നത് ആ നോഡ് റൂട്ടായിട്ടുള്ള ഒരു ട്രീ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ട്രീ ക്രിയേറ്റ് ചെയ്താൽ നമുക്കറിയാം എല്ലാ ബ്രാഞ്ചിലേക്കും ട്രീയുടെ റൂട്ടിൽ നിന്ന് എത്താനുള്ള വഴി ഉണ്ടാവും. അപ്പം ടു ക്രിയേറ്റ് എ ലീസ്റ്റ് കോസ്റ്റ് ട്രീ, അങ്ങനെ ഒരു ലീസ്റ്റ് കോസ്റ്റ് ട്രീ ഉണ്ടാകും വിത്ത് ദിസ് മെത്തേഡ്. അതിന് വേണ്ടിയിട്ട് ഈച്ച് നോഡ് നീഡ്സ് ടു ഹാവ് എ കംപ്ലീറ്റ് മാപ്പ് ഓഫ് നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൻ്റെ മൊത്തം ഒരു ഐഡിയ അവനുണ്ടാകണം. ദ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ദിസ് ലിങ്ക് ഈസ് കോൾഡ് ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ്. അങ്ങനെയുള്ള ഒരു ഇതിനാണ് ഓരോ ലിങ്കിനെ പറ്റിയുള്ള ഒരു അറിവ് മൊത്തത്തിലുണ്ടായിരിക്കണം. ആ മൊത്തത്തിലുള്ള ഇതിനാണ് നമ്മൾ ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതൊരു മെട്രിക്സ് രൂപത്തിലാണ്. ഇപ്പം എത്ര നോഡുകളുണ്ടോ അത്രയും, ഇപ്പം 5 നോഡുണ്ടെങ്കിൽ 5x5 മെട്രിക്സ് ആയിരിക്കും, 4 നോഡുണ്ടെങ്കിൽ 4x4 മെട്രിക്സ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത്രയും നോഡുള്ളത് കൊണ്ട് 1 2 3 4 5 6 7 നോഡുള്ളതുകൊണ്ട് 7x7 മെട്രിക്സ് ആണ്. അപ്പം മെട്രിക്സിലെ ഓരോ പാർട്ടും ഇതെന്ന് പറയുന്നത് എയിൽ നിന്ന് എയിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് 0 ആണ്, എയിൽ നിന്ന് ബിയിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് 2 ആണ്, എയിൽ നിന്ന് സിയിലേക്ക് ഇൻഫിനിറ്റ് ആണ്, എയിൽ നിന്ന് ഡിയിലേക്ക് 3 ആണ്. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ദ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ദിസ് ലിങ്ക് ഈസ് കോൾഡ് ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ്. അപ്പോൾ ദ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ദിസ് ലിങ്ക്, അങ്ങനെയുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്കിൽ നിന്ന് മറ്റൊരു ലിങ്കിലേക്ക് പോകാനുള്ള കോസ്റ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കളക്ഷൻ ഓഫ് സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ദർ ഈസ് ഓൺലി വൺ ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് കോൾഡ് ഹോൾ ഇൻ്റർനെറ്റ്. എത്ര കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും അതിന് ഒറ്റ ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസേ കാണത്തുള്ളൂ. അപ്പോൾ ആയിരക്കണക്കിന് കമ്പ്യൂട്ടർ കാണും, അല്ല ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടർ കാണും. ആ ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ ലക്ഷം ബൈ ലക്ഷം ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും ഉള്ളത്. ഈച്ച് നോഡ് നീഡ്സ് ടു ഹാവ് എ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ഇറ്റ് ടു ബി ഏബിൾ. അപ്പോൾ ഈ സാധനം എല്ലാ നോഡിലും ഉണ്ട്. ടു ക്രിയേറ്റ് എ ലീസ്റ്റ് കോസ്റ്റ് ട്രീ. അപ്പം ഇത് ഒരു പ്രിലിമിനറി ഇൻപുട്ടാണ്. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എയെ സംബന്ധിച്ചിടത്തോളം എയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ എന്ന് പറഞ്ഞാൽ ബിയും ഡിയും ആണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കും ഡിയിലേക്കും എത്താനുള്ള ദൂരം മാത്രമേ എയെ സംബന്ധിച്ച് അറിയത്തുള്ളൂ. ബാക്കിയെല്ലാം ഇൻഫിനിറ്റ് ആയിട്ട് ഇടും. എയിൽ നിന്ന് എയിലേക്ക് എത്താൻ 0 ആയതുകൊണ്ട് അത് 0 ഇടും. തൊട്ടടുത്ത നെയ്ബറിലേക്കുള്ള ഡിസ്റ്റൻസ് അവൻ കാൽക്കുലേറ്റ് ചെയ്തിടും. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഇൻഫിനിറ്റി ആയിട്ട് ഇടും. ഇത് ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിംഗ് അൽഗോരിതം പഠിച്ചപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിരുന്നത്. ഇവിടെ അതൊരു മെട്രിക്സ് പോലെ റൂബ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മറ്റേടത്ത് അതൊരു 1 ഡയമെൻഷണൽ അറേ ആയിട്ടായിരുന്നു സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ അതൊരു മെട്രിക്സ് പോലെ സ്റ്റോർ ചെയ്യും, അത്രേ ഉള്ളൂ. കാരണം അവിടെ ഓരോ നോഡിനും അതിൻ്റെ ഇൻഫർമേഷൻ മാത്രം മതിയായിരുന്നു. എന്നിട്ട് അവൻ ആ അറേ അപ്പുറത്തേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോരുത്തർക്കും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം. അതുകൊണ്ട് അത് 2 ഡയമെൻഷണൽ അറേ വേണ്ടി വരും. The LSDB
can be represented as a two-dimensional matrix in which the value of each cell defines the cost of corresponding link. ഓരോ സെല്ലെന്ന് പറഞ്ഞ ഒരു ലിങ്കാണ്. ഇപ്പോൾ ഈ 5 നോക്കുവാണെങ്കിൽ ബിയും ഡിയും, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ലിങ്കാണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഇത് നമുക്കറിയാം സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 5, ഇവിടെ ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിനിറ്റി, ഇവിടെ 2, ഇവിടെ 2, അങ്ങനെ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഇത് വെച്ചിട്ടാണ് എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ. അതുപോലെ ഇ നോക്കുവാണെങ്കിൽ ഇയിൽ നിന്ന് ഡിയിലേക്കും ബിയിലേക്കും എഫിലേക്കും കണക്ഷൻ ഉണ്ടാവും. ഇയിൽ നിന്ന് നോക്കിയാൽ ഇതുണ്ടോ 3 കണക്ഷനുണ്ട്, 4ഉം 5ഉം 2ഉം, 4, 5, 2 ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഓരോ നോഡും അതിൻ്റെ തൊട്ടടുത്തുള്ള നെയ്ബറിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അങ്ങനെ എല്ലാവരും കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് ഉണ്ടാവും. ആ ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് എല്ലാ നോഡിലും ക്രിയേറ്റ് ചെയ്യും. ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത്രയും ക്ലിയർ ആക്കിയിട്ടേ മുമ്പോട്ട് പോകാവുള്ളൂ, അല്ലെങ്കിൽ പോസ് ചെയ്ത് വീണ്ടും ഒന്നും കൂടെ ആദ്യം തൊട്ട് കാണുക കേട്ടോ. ഈച്ച് നോഡ് ക്രിയേറ്റ്സ് ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് ഓഫ് എ ഹോൾ നെറ്റ്വർക്ക് ബൈ എ പ്രോസസ് കോൾഡ് ഫ്ലഡിങ്. ഫ്ലഡിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളപ്പൊക്കം എന്ന് പറയുന്ന പോലെയാണ്. വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും എല്ലാ ഡയറക്ഷനിലേക്കും ഡാറ്റ പോകും. അപ്പോൾ എങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും വെള്ളം പോകും, അങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും വെള്ളം പോകുന്നതിന് ഓരോ നോഡും തൊട്ടടുത്ത എല്ലാ നെയ്ബറിലേക്കും അയച്ചു കൊടുത്ത് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അപ്പോൾ ഈച്ച് node sends some greeting message to all its immediate neighbors to collect 2 pieces of information from each neighboring node. ഒന്നാമത്തേത് ഐഡൻറ്റിറ്റി, അതിൻ്റെ പേരെന്താണെന്നുള്ളതും, രണ്ടാമത്തേത് കോസ്റ്റ്. അപ്പോൾ എനെ സംബന്ധിച്ചിടത്തോളം എ എന്ത് ചെയ്യും, 2 പാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. എക്ക് മനസ്സിലാവും ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. അപ്പോൾ തന്നെ ഇവനൊരു പാക്കറ്റ് ഇങ്ങോട്ട് അയച്ചു നോക്കും, ഒരു റിക്വസ്റ്റ് അയക്കും, ഇങ്ങോട്ടും അയക്കും. ഇതിന് റിപ്ലൈ ആയിട്ട് ബി കൊടുക്കുന്നത് എന്തായിരിക്കും, ബി കൊടുക്കുന്നത് ഓക്കെ എൻ്റെ പേര് ബി എന്നാണ്, നിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ അടുത്ത് വരാനുള്ള ദൂരം ഇത്രയാണെന്നും പറഞ്ഞ് ബി ഇൻഫർമേഷൻ കൊടുക്കും. അതുപോലെ ഡിയും കൊടുക്കും. അപ്പോൾ ദ കോമ്പിനേഷൻ ഓഫ് 2 pieces of information ഈസ് കോൾഡ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്. LS പാക്കറ്റ് എന്ന് പറയും, ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് എന്നാണ്. അപ്പോൾ എന്താണ്, ഈ ബി പറയൂലേ ഞാൻ ബി ആണെന്നും നിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ അടുത്തേക്കുള്ള ദൂരം 2 ആണെന്നും ബി പറയുന്ന ആ 2 ഇൻഫർമേഷൻ ഒന്നിച്ച് പറയുന്ന പേരാണ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് എന്ന് പറയുന്നത്. ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് സെൻഡ് ഔട്ട് ഓഫ് ഈച്ച് ഇൻ്റർഫേസ്. ഓരോ ഇൻ്റർഫേസിൽ നിന്നും ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് സെൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അപ്പോൾ അത്രയായി. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് എന്താണെന്ന് പറഞ്ഞു, ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റും എന്താണെന്ന് പറഞ്ഞു. വെൻ എ നോഡ് റിസീവ്സ് എ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് ഫ്രം ഇറ്റ്സ് ഇൻ്റർഫേസ്. അപ്പോൾ ഒരു നോഡിനെ സംബന്ധിച്ചിടത്തോളം 2 ഇൻ്റർഫേസ് ഉണ്ട്. 2 ഇൻ്റർഫേസിൽ നിന്നും ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് കിട്ടും. ഇറ്റ് കമ്പയർസ് ദ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് വിത്ത് എ കോപ്പി ഇറ്റ് മേ ഓൾറെഡി ഹാവ്. അതിൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഡാറ്റ ഉണ്ടാവും, അതുമായിട്ട് കമ്പയർ ചെയ്യും. വെൻ എ നോഡ് റിസീവ്സ് ആൻ LSP ഇറ്റ് കമ്പയർസ് ദ LSP വിത്ത് ഇറ്റ്സ് ഓൺ കോപ്പി ഓഫ് LSP. അപ്പോൾ അങ്ങനെ അതിൻ്റെ കയ്യിൽ തന്നെ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും, അതുമായിട്ട് കമ്പയർ ചെയ്യും, എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് വേർഷൻ നമ്പർ V1, 1.0, 2.0, 2.2, 2.3 എന്നൊക്കെ പറഞ്ഞ് വേർഷൻ നമ്പർ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും വേർഷൻ നമ്പർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവും. Based on sequence number, it remains the latest version of the LSP. Sequence number ഉണ്ടാവും. It then sends a copy of it out on each of the interface except the one it which came. അപ്പം എയെ സംബന്ധിച്ചിടത്തോളം എയ്ക്ക് എന്താണ്, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ബിയിൽ നിന്ന് കിട്ടിയ ഉടനെ തന്നെ എ എന്ത് ചെയ്യും, എ കിട്ടിയ ഡാറ്റ വെച്ച് അവൻ്റെ സ്വന്തം ഡാറ്റ അപ്ഡേറ്റ് ചെയ്യും. കൂടാതെ തന്നെ അവൻ അത് എല്ലാവർക്കും അയച്ചു കൊടുക്കും, അവൻ്റെ നെയ്ബേഴ്സിന് ഒരാൾക്കൊഴിച്ച്. ആരിൽ നിന്നാണോ വന്നത് അയാളിൽ നിന്ന് ഒഴിച്ച് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കും. അങ്ങനെ ബിയിൽ നിന്നാണ് വന്നതെങ്കിൽ ബി ഒഴിച്ച് എല്ലാവർക്കും അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ബിക്കുള്ള നെയ്ബർ ഡി ആണ്, ഡിയിലേക്ക് പോകും. അപ്പോഴത്തേക്കും ഡി എന്ത് ചെയ്യും, ഡിയും അത് കിട്ടി അവൻ്റെ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഡി എന്ത് ചെയ്യും, ഡി എല്ലാവർക്കും അയച്ചു കൊടുക്കും. എവിടെ നിന്നാണോ വന്നത് അതൊഴിച്ച്. ഡിക്ക് വന്നത് എവിടുന്ന്, എയിൽ നിന്ന്. അപ്പോൾ ഡി എങ്ങോട്ട് അയച്ചു കൊടുക്കും, ഇയിലേക്ക് അയച്ചു കൊടുക്കും. ഇ എന്ത് ചെയ്യും, ഈ ഓൾറെഡി ഇക്ക് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് ഈ സ്വന്തം ഡാറ്റ അപ്ഡേറ്റ് ചെയ്യും. അതുകൂടാതെ ഈ എല്ലാ ഡയറക്ഷനിലേക്കും അയച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇക്ക് വന്നതൊഴിച്ച്, ഇവിടെ ഡി എന്നാണ് വന്നത്, അതൊഴിച്ച് ബിയിലേക്കും എഫിലേക്കും അയച്ചു കൊടുക്കും. ബിയിലേക്കും എഫിലേക്കും അയച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഓൾറെഡി ആ ലിങ്കുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും, ഇതിലയക്കില്ല, എന്നിട്ട് ഇങ്ങോട്ട് മാത്രം അയക്കും. അപ്പോൾ സിയിലേക്ക് ബി സിയിലേക്ക് അയച്ചു കൊടുക്കും. അതുപോലെ ഈ എഫിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഓൾറെഡി ഇവർക്ക് 2 പേർക്കും ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഇവൻ അങ്ങോട്ട് അയച്ചു കൊടുക്കും, അവൻ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ഇവന് ഓൾറെഡി ഇവിടുന്ന് കിട്ടിയതുകൊണ്ട് ഇവരിൽ ആരെങ്കിലും ഒരാൾ മാത്രം ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ഡാറ്റ കിട്ടി. അങ്ങനെ ഈ സാധനം എൻഡ് ചെയ്യും.
അപ്പോൾ ഇങ്ങനെ ഒരു ആരിൽ നിന്നാണ് കിട്ടിയത് അവരൊഴിച്ച് ബാക്കി എല്ലാവർക്കും അയക്കും എന്നാണ് പറയുന്നത്. അത് അയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് ആ അയക്കുന്ന പരിപാടിക്ക് ഫ്ലഡിങ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഫ്ലഡ് ചെയ്ത് ഇത് ഇൻഫിനിറ്റ് ആയിട്ട് എല്ലായിടത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതിൽ നിന്ന് ഒഴിച്ചയക്കുന്നത്. വന്നതിലേക്ക് അയക്കുകയാണെങ്കിൽ എന്താണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരിക്കലും നിൽക്കത്തില്ല. അപ്പോൾ എവിടുന്ന് ഡാറ്റ വന്നോ അതൊഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തേക്കെല്ലാം ഡാറ്റ സെൻഡ് ചെയ്യും. അപ്പോൾ അതായി it sends the copy out on each interface except the one from which the packet arrived. This is called flooding. This guarantees that flooding stops somewhere. അത് ഒരെണ്ണത്തിന് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അയക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് എപ്പോഴെങ്കിലും നിൽക്കണം. എല്ലാത്തിനും അയച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിൽക്കില്ല. ഇങ്ങനെ എല്ലാവർക്കും കിട്ടിക്കഴിയുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അയക്കുന്നത്. when a node has only one interface. After receiving all new LSPs, ഈച്ച് നോഡ് ക്രിയേറ്റ്സ് എ കോംപ്രിഹെൻസീവ്. അങ്ങനെ എല്ലാത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡാറ്റ കിട്ടി കഴിയുമ്പോൾ ഓരോ നോഡും അതിൻ്റെ സ്വന്തം ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യും, ഡിസ്റ്റൻസ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് ദ സെയിം ഫോർ ഈച്ച് നോഡ്, ഓരോ നോഡിനും സെയിം ആയിരിക്കും. ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ക്രിയേറ്റിംഗ് ലീസ്റ്റ് കോസ്റ്റ് ട്രീ. അതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിച്ചു. അത് എല്ലാ നോഡിലും ക്രിയേറ്റ് ചെയ്യും, അതെല്ലാ നോഡിലും സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു. അതൊരു മെട്രിക്സ് രൂപത്തിലാണെന്ന് പറഞ്ഞു. ഇനിയുള്ളത് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റാണ്. ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നും അതിൻ്റെ തൊട്ടടുത്തുള്ള നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് അത് ആരുടെ അടുത്തു നിന്നാണോ കണ്ടുപിടിച്ചത് അതൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുക്കുന്നവർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഡാറ്റ കിട്ടും. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഈ ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് അവസാനമാകുമ്പോൾ ഉണ്ടാവും. ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഡിജിക്സ്ട്രാസ് അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് എന്നാണ്. ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിങ്ങിനകത്ത് വരുന്ന രണ്ട് ടേംസ് നമ്മൾ പഠിച്ചു. ഒന്ന് ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസും രണ്ടാമത്തേത് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്. അപ്പോൾ ഈ രണ്ട് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് വെച്ചിട്ട് ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിജിക്സ്ട്രാസ് അൽഗോരിതം ഉപയോഗിച്ച് ലീസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അപ്പോൾ ഇതാണ് ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത്. ഓരോന്നും ഇപ്പോൾ എയെ സംബന്ധിച്ചിടത്തോളം ബിയിലേക്കും ഡിയിലേക്കും ഉള്ള ഡിസ്റ്റൻസ് അറിയാം. ഡിനെ സംബന്ധിച്ചിടത്തോളം എയിലേക്ക് ഇയിലേക്കും ഉള്ള ഡിസ്റ്റൻസ് അറിയാം. ബിക്ക് ഇതുപോലെ തന്നെ അറിയാം, ഇക്ക് അറിയാം. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ ഡാറ്റ എവിടെ നിന്നാണോ കിട്ടിയത് അതൊഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തേക്കെല്ലാം അയച്ചു കൊടുക്കും. ഇതാണ് ഓരോരുത്തരുടെ കയ്യിലും ആദ്യമുള്ള ഡാറ്റ. ഈ ഡാറ്റ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം ഷെയർ ചെയ്തിട്ടാണ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റാണ് ഇത് ഓരോന്നും ഉണ്ടല്ലേ. ഓരോ അടുത്ത നോഡിൻ്റെ പേരും അതിലേക്കുള്ള ഡിസ്റ്റൻസും ആ പേരിനാണ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നോഡിനും തൊട്ടടുത്തുള്ളത് കിട്ടും. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇ ആണ് എന്ത് ചെയ്യും, ഈ എഫിൻ്റെ ഇൻഫർമേഷൻ ഡിക്ക് കൊടുക്കും. അപ്പോൾ ഡിയിലും എഫിലേക്കുള്ള ഡാറ്റ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്ന് എഫിലോട്ടുള്ള ഡിസ്റ്റൻസ് ഡി, ഒരു കേസ് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് ഇല്ല. അതായത് ഇയിൽ നിന്ന് ഇയെ സംബന്ധിച്ചിടത്തോളം എഫ് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ, ഇത് തെറ്റി പറഞ്ഞേക്കുന്നതാണ്. ഇയുടെ നെയ്ബർ എന്ന് പറയുന്നത് ബിയും ഡിയും എഫും ആണ്. എഫിന് വരെ ഇവിടെ ഇ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഇ അല്ല, ഇത് എഫ് ആണ്. അതുകൊണ്ടാണ് പ്രശ്നം പറ്റിയത്. അപ്പം ഈ എന്ത് ചെയ്യും, ഈ എഫിലേക്കുള്ള ഡാറ്റ എങ്ങോട്ട് സെൻഡ് ചെയ്യും, ഡിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഡിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡിക്ക് എന്ത് കിട്ടും, ഡി ആ മെട്രിക്സിൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. ഡി എന്ത് ചെയ്യും, ഡിയിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇയിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിയുടെ അടുത്തുള്ളതിൽ അപ്ഡേറ്റ് ചെയ്യും. അതായത് ഇയിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടോ, ഇയിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണെന്ന് അവൻ അപ്ഡേറ്റ് ചെയ്യും. എവിടെ അപ്ഡേറ്റ് ചെയ്യും, ഇതിൻ്റെ കോപ്പി, ഈ മെട്രിക്സിൻ്റെ കോപ്പി ഓരോ നോഡുകളിലും ഉണ്ട്. അതിൽ ഡിയുടെ കയ്യിലിരിക്കുന്ന മെട്രിക്സിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോരുത്തരുടെ കയ്യിലും ഈ മെട്രിക്സ് കിട്ടും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊന്ന് നോക്കി വെക്കുക. ഇതിൻ്റെ ആക്ച്വൽ അൽഗോരിതം അടുത്തൊരു ക്ലാസ്സിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ഇതാണ് ഫസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് വേറെ ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് പോകാം.